നിങ്ങൾ ചെയ്യുന്ന നന്മ തിന്മകൾ അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്നു. എൻ്റെ മരണശേഷം എൻ്റെ ഖബറിലേക്ക് എനിക്ക് കർമ്മങ്ങൾ എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഉമ്മത്തികളുടെ കർമ്മങ്ങൾ എത്തിച്ചുള്ളൂ. സ്വഹാബിമാർ പറയും അവരുടെ മക്കളോട്, മക്കൾ പറയും അവരുടെ മക്കളോട്, നമ്മുടെ വാപ്പാക്ക് അള്ളാഹു ഈ കർമ്മം കാണിച്ചു കൊടുക്കൂലേ, പേടിക്കണ്ടേ എന്ന്. സാധാരണ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ബാക്കിയുള്ള ആളുകളുടെ വേണ്ടപ്പെട്ടവരുടെ കർമ്മങ്ങളെ കാണിച്ചു കൊടുക്കുന്ന, മക്കളുടെ കർമ്മങ്ങൾ വാപ്പയെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനതുകൊണ്ട് സന്തോഷം ഉണ്ടാവണം. അങ്ങനത്തെ കർമ്മങ്ങളെ നമ്മൾ ഉണ്ടാവാൻ പാടുള്ളൂ എന്നർത്ഥം. ഇത് നബി തങ്ങൾ പറഞ്ഞു തന്ന അറിവാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാൻ, എൻ്റെ ഉമ്മത്തികളായി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു എന്നെ കാണിക്കുമ്പോൾ ഫമാ റഅയ്തു മിൻഹാ ഖൈറൻ, നിങ്ങൾ ചെയ്യുന്ന നന്മ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഹമിദുല്ലാഹ് അലൈഹി, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ചിരുന്ന് എൻ്റെ മദ്ഹ് പറഞ്ഞല്ലോ. എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ചിരുന്ന് എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അവർ ഇൽമ പഠിക്കുന്നുണ്ട്, അവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, തജ്വീദ് പഠിക്കുന്നുണ്ട്, അദ്കാറുകൾ ചൊല്ലുന്നുണ്ട്, നിസ്കാരം പഠിക്കുന്നുണ്ട്, അവർ നിസ്കരിക്കുന്നുണ്ട്, അവർ നന്മ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഓർത്ത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. പക്ഷേ വഇൻ റഅയ്തു ഗൈറ ദാലിക്, ഞാൻ കാണുന്നത് നന്മ അല്ല എങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ, ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, എൻ്റെ ഖബറിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൻ്റെ മഅനയും അതിൻ്റെ ആശയവും വളരെ സ്വഹീഹും ശക്തവുമാണെന്ന് അലിമീങ്ങൾ പറയും. അഹാദുകളായ അതിൻ്റെ റിവായത്തുകളുണ്ടെങ്കിൽ പോലും.